എൻ്റെ പേരിങ്ങനെ വായിച്ചിട്ട് സൈജു കുറുപ്പ്. बेटा तेरा नाम पढ़ के मैं समझ गई थी कि तू कर नहीं पाएगा എന്ന്. അത് മോനെ നിൻ്റെ പേര് വായിച്ചപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു നീ ചെയ്യില്ല, നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അത് ഭയങ്കര ബോഡി ഷേമിങ് പോലത്തെ ഒരു സാധനമല്ലേ? മലയാളിയല്ല, അവര് മലയാളിയാണ്. മലയാളി ആയതുകൊണ്ടുള്ളൊരു ഇതാണോ അവിടുന്ന്? കുറുപ്പെന്ന് പറഞ്ഞാൽ അവർക്ക് മലയാളി, അവരെ സംബന്ധിച്ച് നായർ മേനോനൊക്കെയാണ് മലയാളീസ്. കുറുപ്പെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടുത്തെ പോലെ അറിയില്ല അവിടെ ആൾക്കാർ. ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്, ഭാര്യയല്ല. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ മേക്ക് ബിലീഫ് ആണല്ലോ, ഭാര്യയാണ് ഓഡിയൻസിന് തോന്നണം. അപ്പം ഞാൻ ഭയങ്കര എന്താണ് ഇതായിട്ടാണ് ഹഗ് ചെയ്യുന്നത്. അതായത് മറ്റേ ഇലയ്ക്കും മുള്ളിനും ദോഷമില്ലാത്ത രീതിയിലുള്ള ഹഗ്ഗാണ്. അപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് ചിരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അടി, ക്ലാസ്സിൽ നിന്ന് ചിരിച്ചതുകൊണ്ട് അടിക്കേണ്ട ആവശ്യമുണ്ടോ? മുഖത്തൊക്കെ അടിക്കാന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും പിറ്റേ ദിവസമൊക്കെ. അല്ല, ഒറ്റയടിക്കുമ്പോൾ ഇങ്ങനെ ആയി പോകുമല്ലോ. ഞാൻ ഒരു പ്രാവശ്യം എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചപ്പോഴത്തേക്കും അവൻ എന്തിനത് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഭയങ്കര വൃത്തികെട്ട ചിരിയാന്ന്. അപ്പോൾ അത് എന്നെ കോൺഷ്യസ് ആക്കി. ഞാനിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ഭാര്യയായിട്ട് സംസാരിക്കുകയാണെങ്കിലും ഭാര്യയായിട്ട് ഡിന്നറിന് പോയാലും മോളായിട്ടിരിക്കുകയാണെങ്കിലും ഒക്കെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഇൻകം വേണമല്ലോ. അപ്പോൾ എന്താവും എന്നുള്ളൊരു ആദ്യമാണ് എപ്പോഴും. ഇൻട്രോയിൽ വരും കേട്ട് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും? ഇൻട്രോയിൽ വരും കേട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്, സെക്കൻഡ് ഹാഫ് അങ്ങ് ടപ്പ് എന്ന് പറഞ്ഞ് പോകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഐ ടെൽ ഓൾ മൈ ഡയറക്ടേഴ്സ് ദാറ്റ് എന്നെ കൊണ്ട് ഇത്രയും ബഡ്ജറ്റ് ചിലപ്പോൾ ഷോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിനേക്കാളും വലിയൊരു സബ്ജക്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്കത് എത്ര ഇഷ്ടപ്പെട്ടാലും ഞാൻ ചെയ്യില്ല. കാരണം മിനിമം ബ്രേക്ക് ഇവനെങ്കിലും വേണം. ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സൈജു കുറുപ്പ്. ചേട്ടാ വെൽക്കം. താങ്ക് യു. വീണ്ടും കണ്ടുമുട്ടുന്നു. എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒന്നും കിട്ടാത്തൊരു പാഠം സിനിമ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ലെസൺ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും ഇത്രയും വർഷത്തിൽ? ലെസൺ ഈ കോർപ്പറേറ്റ് ആയിരുന്നെങ്കിലും ഇപ്പോൾ എൻജിനീയറിങ് ഫീൽഡായിരുന്നെങ്കിലും ഒക്കെ നമുക്ക് ഈ ആൾക്കാരെ മനസ്സിലാക്കലൊക്കെ അല്ലെങ്കിൽ നടക്കും. ഓക്കെ, സിനിമയിൽ വന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ ആൾക്കാരെ സ്ട്രേഞ്ചേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും മിനിമം ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിമം 2-3 പേരെങ്കിലും നമ്മൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. എനിക്ക് സിനിമ കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ഞാൻ കണ്ടത്, നമ്മൾ ചെയ്യുന്ന ജോലി ഈ പറഞ്ഞ പോലെ എന്നും ഒരു ലൈബ്രറിയിൽ കാണും. അത് നമുക്ക് എപ്പോഴെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ഷോക്കേസ് ചെയ്യാം. ഇപ്പോൾ കോർപ്പറേറ്റിലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എയർടെല്ലും BPL മൊബൈലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്, എയർടെൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് 2-3 പ്രാവശ്യം അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ അവാർഡ്സ് ഇപ്പം എൻ്റെ മകനോടോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ താങ്കളോടോ പറയുവാണെങ്കിൽ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ട്രോഫി എന്തെങ്കിലും കാണിച്ചു തരേണ്ടി വരും. പക്ഷേ ഞാനവിടെ എന്ത് ചെയ്തിട്ടാണ് എനിക്കത് കിട്ടിയെന്നുള്ളതില്ല. അതെനിക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കൊലീഗ്സിന് അറിയായിരിക്കും. പക്ഷേ എനിക്ക് ഇപ്പം വേറൊരു സിനിമയിൽ അഭിനയത്തിനൊരു അവാർഡ് കിട്ടുമ്പോഴത്തേക്കും അതെന്തിനാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് ആ സിനിമ എടുത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിനിമാസ് എനിക്ക് കാണിക്കാൻ പറ്റും എന്തിനാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗുണമുണ്ട് ഇതിൻ്റെ അകത്ത്, അല്ലേ? ബാക്കിയുള്ളതിൽ ആ ഗുണമില്ല. പിന്നെ എന്തായാലും ചിലപ്പോൾ നല്ല കുഴപ്പമില്ലാണ്ടൊക്കെ പെർഫോം ചെയ്ത് കാണും ജോലിയിൽ. അപ്പോൾ അതുകൊണ്ട് അന്നത് കിട്ടിയതായിരിക്കും എന്നുള്ളൊരു ഊഹം മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഇതാണ് ഈ രണ്ട് ഫീൽഡിൻ്റെ വ്യത്യാസം. ആൾക്കാരെ കുറേ പേര് ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നതല്ല, പക്ഷേ നമ്മളെ പരിചയപ്പെടാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പരിചയപ്പെട്ടു പോകുന്നതാണ്. പിന്നെ ഇത് എങ്ങനെ ഒരാളാണ്, ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റുമോ, ഇതൊന്നും നമുക്ക് അറിയില്ല. മറ്റേത് അങ്ങനെ നമ്മുടെ നമ്പർ പെട്ടെന്നാരും ചോദിക്കില്ല. പക്ഷേ ആസ് ആൻ ആക്ടർ വളരെ ഈസി ആയിട്ടാണ് ഇവർ നമ്പർ ചോദിക്കുന്നത്. ഒന്ന് നമ്പർ ഒന്ന് തരാമോ? അല്ല, വേറെ ഒന്നും, ഈ ഏതെങ്കിലുമൊക്കെ പടം കണ്ടിട്ട് ഏതെങ്കിലും പടം കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വിളിച്ചെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്താൽ മതി, അതൊക്കെ നിങ്ങൾ കാണുമെന്നറിയില്ല, നിങ്ങൾക്ക് നമ്പർ ഒന്ന് തന്നാൽ. അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലായി ഇപ്പോൾ, നമ്പർ കൊടുക്കണോ വേണ്ടോ. നമ്പർ കൊടുക്കാൻ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഉടനെ മുഖം മാറും ഇവരുടെ. അപ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കാന്ന് വെച്ചാൽ എത്രയോ പേര് ചോദിക്കുന്നത്. അപ്പം ഇത് പിന്നെ ഈ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ചില ആൾക്കാർ ഇപ്പോൾ 1 പ്രാവശ്യം വിളിച്ചു, നമ്മൾ എടുത്തില്ല. 2 പ്രാവശ്യം വിളിച്ചു, എടുത്തില്ല. 10 പ്രാവശ്യമൊക്കെ ആൾക്കാർ വിളിക്കും. അപ്പോൾ പിന്നെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് പിന്നെ നിവൃത്തിയില്ല. നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ടതായിരിക്കും. അങ്ങനെ കാണുമല്ലോ. അപ്പോൾ ഇത് ചിലപ്പോൾ ആൾക്കാർ മനസ്സിലാക്കില്ല.
അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കഥ പറയാൻ വേണ്ടിയായിരിക്കും, കഥ പറയാൻ വേണ്ടി വിളിക്കുന്നതും പല ദിവസങ്ങളായിട്ട് 10 പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരു മണിക്കൂറിൽ തന്നെ 10 പ്രാവശ്യമൊക്കെ വിളിക്കുമ്പോഴത്തേക്കും അത് കുറച്ച് പിന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ മിസ്സായ കഥകളുണ്ടോ ഈ പറഞ്ഞ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ? എനിക്ക് ഇല്ല, അങ്ങനെ മിസ്സായ കഥകളൊന്നും ഇല്ല. ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ട് നല്ലൊരു കഥയുള്ള സംവിധായകനോ, ഇപ്പോൾ ഡെബ്യൂട്ടൻസ് ആയിരിക്കും, സംവിധായകനോ റൈറ്ററോ മിനിമം സോഷ്യൽ ബിഹേവിയർ അറിയാവുന്ന ഒരാളായിരിക്കും. ഒരിക്കലും 10 പ്രാവശ്യം വിളിക്കില്ല. ഒരു പ്രാവശ്യം വിളിച്ച് 2 പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി മെസ്സേജ് മീ. ഒന്നിൽ ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ഞാൻ സോ ആണ്, ഒരു കഥ പിച്ച് ചെയ്യണം, അല്ലേ? അതാണല്ലോ ഒരു നോർമൽ ഐക്യമുള്ള ഒരാൾ ചെയ്യേണ്ടത്. മറ്റേതെന്ന് പറയുന്നത് സോഷ്യൽ ബിഹേവിയറേ അറിയില്ല. ചിലപ്പോൾ നല്ല സ്റ്റഫ് കാണുമായിരിക്കും, ബട്ട് നമുക്കത് ബിലീവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഡേറ്റിൻ്റെ പ്രശ്നം കാരണം ചില നല്ല സിനിമകൾ, ഇപ്പം ലേറ്റസ്റ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതിൽ കുഞ്ചാക്കോബൻ്റെ ഒരു സീനിയർ DYSP ഷാഹുൽ എന്ന് പറഞ്ഞ സുഹൃത്തും കൂടെ ആയിട്ട്. അപ്പോൾ ആ കഥാപാത്രം ആക്ച്വലി അവർ ആദ്യം ജനുവരിയിലും കണ്ടായിരുന്നു ഡേറ്റ്സ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഡേറ്റ് മാറി, അവരുടെ ആ ഡേറ്റ് മാറി പിന്നെ എനിക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഡേറ്റ്സിൻ്റെ പ്രശ്നം കാരണം മിസ്സായിട്ടുണ്ട് പടങ്ങൾ. തുടക്കത്തിൽ നമ്മൾ ഏത് ഫീൽഡിൽ, ഏത് ഓഫീസിലാണെങ്കിലും ഏത് ജോബിൽ ചെല്ലുമ്പോഴും ഇവിടെ അല്ല, നമ്മൾ അങ്ങോട്ട് ഫിറ്റിൻ ആവാൻ വേണ്ടിയുള്ളൊരു ശ്രമം ഉണ്ടല്ലോ, ഒരു തത്രപ്പാടുണ്ട്, ഒരു പേടി ഉണ്ടാവും നമുക്ക്. ഇവിടെ ഓൾറെഡി ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാർ നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മൾ എത്തുന്നു. അത് കഴിഞ്ഞ് ഐ ബിലോങ് ഹിയർ എന്ന് തോന്നുന്നൊരു സമയമുണ്ടല്ലോ, അതൊക്കെ ഏതൊരു സമയമാകുമ്പോഴേക്കാണ് തോന്നിയിട്ടുള്ളത്? ഞാനും ഈ മലയാള സിനിമയുടെ ഭാഗമാണ്. ഐ ബിലോങ് ഹിയർ എന്നുള്ളത് അങ്ങനെ ഒരിക്കലും 100% നമുക്ക് തോന്നില്ല പേഴ്സണലി എൻ്റെ കാര്യത്തിൽ. കാരണം നമ്മൾ ആക്ടേഴ്സ് എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും ഫ്രീലാൻസ് ആണല്ലോ. നമ്മളൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമല്ല. നമ്മളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ആ പ്രൊജക്റ്റിലേക്ക് നമ്മൾ ചെല്ലുന്നു, അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നു, പിന്നെ അടുത്ത വേറൊരു പ്രൊജക്റ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മൾ കംഫർട്ടബിൾ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോലിയല്ല പ്രശ്നം, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ളതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മിനിമം 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ നമ്മളവിടെ ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് ചാടുകയുള്ളൂ. സിനിമയിൽ നമ്മൾ 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ആയിരിക്കും ഷൂട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മന്ത്സിൽ ഇപ്പോൾ റിലീസാവും. അപ്പോൾ ഇത്രയും സമയമുള്ളൂ ഇവരുമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പുതിയ പടത്തിന് ചെന്നാലും അവിടെ കുറേ സ്ട്രേഞ്ചേഴ്സ് കാണും. ഇവരെയൊക്കെ പരിചയപ്പെട്ട് ഇവരുമായിട്ടൊന്നും ജെല്ലാൻ 1-2 ദിവസം എടുക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഫ്ലോയിലങ്ങ് പോയിക്കോളും. മറ്റേടത്ത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1-2 വർഷം അവരുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പല പുതിയ ആൾക്കാരും വരും, ഇവിടെ ഉള്ള ആൾക്കാർ പോകും. പക്ഷെ പുതിയ ആൾക്കാർ വരുമ്പോഴും അവർക്കായിരിക്കും അപ്പോൾ ആ പ്രശ്നം, നമുക്കല്ല. വെച്ചാൽ നമ്മളപ്പം സീനിയറായി, അണ്ടർസ്റ്റാൻഡ്? അപ്പം അതാണ് ഇതിൻ്റെ അകത്ത്. സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ ഒരിക്കലും കിട്ടില്ല. ഇനിയിപ്പോൾ ആട് 3 ഞാൻ വർക്ക് ചെയ്യാൻ പോവാണ്. ആട് 3 നമ്മൾ മിക്കവാറും ആക്ടേഴ്സൊക്കെ നമ്മുടെ പരിചയക്കാർ തന്നെയാണ്. ടെക്നീഷ്യൻസ്, റൈറ്ററും ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സൊക്കെ നമ്മുടെ പരിചയക്കാർ തന്നെയാണ്. പക്ഷേ ഇപ്പം സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ അവരൊക്കെ ഇപ്പം അഖിൽ ജോർജാണ് സിനിമാറ്റോഗ്രാഫർ. അഖിലിനെ ഞാൻ നേരത്തെ പടങ്ങൾ ചെയ്തിരിക്കുന്ന കാരണം എനിക്ക് പരിചയമുണ്ട്. ഞാൻ പറയണത് പക്ഷേ ബാക്കിയുള്ള ഇപ്പോൾ അഖിലിൻ്റെ ടീമിലുള്ള ചിലപ്പോൾ അസിസ്റ്റൻസ് മാറി കാണും, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് മാറും. അപ്പം അവരുമായിട്ടൊക്കെ ചെല്ലാൻ 1-2 ദിവസം എടുക്കും. അപ്പം അതിൻ്റെ ഒരു ആദ്യം ഇതൊക്കെ എപ്പോഴും മനസ്സിലുണ്ട്. അവിടെ ചെന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും പേര് മനസ്സിലായി, നമുക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്നുണ്ട്, പരിചയമായി. അങ്ങനെ പിന്നെ ആ ഫ്ലോയിലങ്ങ് പോകും കാര്യങ്ങൾ. ആട് 3 കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു പടം ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ഇത് തന്നെയാണ് പ്രശ്നം. കുറച്ച് പേരെ പരിചയക്കാരുള്ളൂ, പിന്നെ മാക്സിമം പുതിയ ആൾക്കാരാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ലക്കിൽ വിശ്വസിക്കുന്നുണ്ടല്ലേ, സിനിമയിലെ ലക്ക് എന്നുള്ളത്? ലക്കിൽ ഡെഫിനറ്റ്ലി വിശ്വസിച്ചേ പറ്റുള്ളൂ. അത് ഓരോ സാഹചര്യങ്ങളാണ്. പോസിറ്റീവ് സാഹചര്യങ്ങളെ നമ്മൾ ഗുഡ് ലക്ക് എന്ന് പറയും, നെഗറ്റീവ് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ബാഡ് ലക്ക് എന്ന് പറയും. ലക്കെന്ന് നമ്മളൊരു പേര് കൊടുത്തിരിക്കുകയാണ്, അതെല്ലാം സിറ്റുവേഷൻസ് ആണ്, സമയമാണ് നമ്മുടെ ലൈഫിൽ വരുന്നത്. ഒരു പടം സക്സസ്ഫുൾ ആയപ്പം നമ്മുടെ ഗുഡ് ലക്കാണ്. പക്ഷേ ആ പടം ചിലപ്പം അതിമനോഹരമായൊരു പടമായിരിക്കും, അതുകൊണ്ട് ഗുഡ് ലക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് വർക്കായി, അപ്പോൾ നമ്മുടെ ഗുഡ് ലക്കായി. ഒരു മനോഹരമായ പടം വർക്കായില്ല, അപ്പോൾ നമ്മുടെ ബാഡ് ലക്കായി.
അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ വിശ്വസിച്ച് പോവാണ്. അഭിലാഷമാണ് പുതിയ സിനിമ, അതെ. അടുത്ത് തന്നെ റിലീസാണ്. റൊമാൻസ് ചെയ്യാണ്, കുറേ നാളിന് ശേഷം ഒരു പ്രോപ്പർ റൊമാൻറ്റിക് മൂവി. എന്താണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നോ? എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം മുഴുനീള ഒരു റൊമാൻറ്റിക് ക്യാരക്ടറാണ് എൻ്റെ. ഇപ്പോൾ ഫസ്റ്റ് പടം മയുഗത്തിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൊമാൻസ് ആയിരുന്നു. കാരണം അയാളുടെ ക്യാരക്ടറൈസേഷൻ, അയാളൊരു റെവല്യൂഷണറിയാണ്. അതെ അതെ. അയാളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അയാൾക്ക് ജോലി ഇല്ലാത്തതിൻ്റെ പ്രശ്നം, അച്ഛനുമായിട്ടുള്ള ചെറിയ ഫ്രിക്ഷൻ, ഇതിൻ്റെയൊക്കെ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് വരുന്ന റൊമാൻറ്റിക് ആംഗിളാണ് ഇതിനകത്ത്. അപ്പോൾ അയാൾ ഈ ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ചുകൂടെ ദേഷ്യം കലർന്ന റൊമാൻസാണ് അയാൾ. ബട്ട് അഭിലാഷം എൻ്റെ ക്യാരക്ടർ അഭിലാഷ് വേറൊരു എക്സ്ട്രീമാണ്. അയാൾ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര പേഷ്യൻ്റ് ആണ്, ഭയങ്കര നന്മയുള്ളവനാണ്. ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് ടിൽ ദ എൻഡ് അയാൾ റൊമാൻറ്റിക് ആണ്. അതെ. പിന്നെ എനിക്ക് ആ അപ്പിയറൻസ് ഷംസും റോണക്സും കൂടെയാണത് പ്ലാൻ ചെയ്തത്. ഷംസുവിൻ്റെ ആസ്പെക്ട് എന്തായിരുന്നു വെച്ചാൽ, സൈജു ഗ്രൂപ്പ് ആസ് ആൻ ആക്ടർ ഇതുവരെയായിട്ട് ആൾക്കാരങ്ങനെ കാണില്ല. അങ്ങനത്തെ ഒരു ലുക്കായിരിക്കണം അഭിലാഷ് കുമാറിന് വേണ്ടതെന്ന്. ആ ഒരു ഹെയർ സ്റ്റൈലും ആക്ച്വലി ആ ഒരു ഹെയർ സ്റ്റൈൽ അല്ല ഷംസു വിചാരിച്ചിരുന്നത്. ഷംസു വിചാരിച്ചെന്താണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. പക്ഷേ ഷംസുനെ പറഞ്ഞത് റോണക്സ് ആണ് അത് ഡിസൈൻ ചെയ്തത്. റോണക്സിൻ്റെ ഐഡിയ ആയിരുന്നു ഇങ്ങനത്തെ ഒരു ലുക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് മുടി വളർത്താൻ വേണ്ടി പറഞ്ഞു. മുടി ഞാൻ ജീവിതത്തിൽ ഇത്രയും വളർത്തിയിട്ടില്ല. എന്നോട് പലരും സോങ്ങും ട്രെയിലറൊക്കെ കണ്ടിട്ട് പറഞ്ഞു വിഗ് വല്ലതും വെച്ചിട്ടുണ്ട്. പക്ഷേ വിഗ് വെച്ചല്ല, അതെൻ്റെ ഒറിജിനൽ മുടി തന്നെയാണ്. പുറകിൽ നിന്നൊക്കെ അത്യാവശ്യം വളർത്തി. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമുക്ക് ഈ ഡെയിലി ലൈഫിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹെയർ സ്റ്റൈലിസ്റ്റ് ഒന്നും ഇല്ലല്ലോ, പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഇല്ല. സോ ഇത് മുടി അവിടെ നിന്ന് പൊങ്ങി വയ്ക്കുക. അപ്പോൾ ഈ ബ്ലോ ഡ്രൈ ചെയ്ത് അത് ഒതുക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മേക്കപ്പ് ടീം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ട്രിം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തോട്ടെ. അപ്പം പറയില്ല, ദൈവത്തെ ഓർത്തത് ചെയ്യല്ലേ, ഇത് ഭയങ്കര ഡിഫറെൻറ്റ് ലുക്കായിരിക്കും, നോക്കിയോ എന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം ആ ലുക്കിലേക്ക് എന്നെ കൊണ്ടുവന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു 6-7 പേരുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. ഞാൻ പക്ഷേ അത്ര ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ അങ്ങനത്തെ ഒരു ലുക്കിൽ ഞാൻ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കെപ്പോഴും മറ്റേ ട്രിംഡ് ലുക്കാണ് എൻ്റെ ഇഷ്ടം. പക്ഷെ പിന്നെ ഈ റിവ്യൂസ് വന്നപ്പം, ഈ സോങ്ങും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റിവ്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായി. അപ്പോൾ ഇവർ പറഞ്ഞതൊക്കെ ശരിയാണ്. കഷ്ടപ്പെട്ടത് വെറുതെ ഇല്ല. അതെ അതെ അതെ. കഷ്ടപ്പാടെന്ന് വെച്ചാൽ ആക്ച്വലി മുടി വളർത്തൽ പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമ്മൾ ഭയങ്കര കോൺഷ്യസ്. ആൾക്കാർ ഒന്നും പറയൊന്നുമില്ല, പക്ഷെ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്. എൻ്റെ മുടി അവിടെ നിന്ന് പൊങ്ങിയിരിപ്പുണ്ടോ, ഇവിടെ നിന്ന് പൊങ്ങിയിരിപ്പുണ്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഒരു മറ്റേ എന്തായാലും അതിൻ്റെ എക്സാക്ട്ലി പേരറിയില്ല, അങ്ങനെ തുണി വെച്ചിട്ടുള്ള സ്കാർഫ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ ഇറക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് മേടിച്ച് അത് വെച്ചുകൊണ്ട് കുറച്ച് ആൾ നടന്നുകൊണ്ടിരുന്നത്. റൊമാൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടുള്ളല്ലോ. ഇതിൽ ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ തന്മയായിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. ഐ മീൻ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. തൻവി ആസ് എ പേഴ്സൺ ഈസ് ഓൾസോ വെരി സ്വീറ്റ് ലേഡി. ആൻഡ് നമുക്ക് ഇപ്പം ഞാൻ ആണുങ്ങളോടൊക്കെ സംസാരിക്കുന്ന പോലെ ഐ ക്യാൻ ടോക്ക് ടു ഹർ. ഒരു എന്താണ് ബാരിയർ വരുന്നില്ല, ഒരു ബാരിയർ വരുന്നില്ല. സോ ദാറ്റ് വാസ് വെരി കൂൾ അബൌട്ട് ഹർ. അപ്പം വളരെ നല്ലൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ലക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം എനിക്ക് പെയറായിട്ട് അല്ലെങ്കിൽ ഞാൻ പെയറായിട്ടുള്ള ഹീറോയിൻസ് ഓർ ആക്ടേഴ്സ് ഇവരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര പാലിയാണ്. ഇപ്പം ടേക്ക് നവ്യ നായർ. സോ ഐ ഹാഡ് ദിസ് പ്രോബ്ലം ഇൻ ജാനകി ജാനെ. ഈ നമ്മൾ ഹഗ് ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പം ഈ ഹഗ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ ഞാൻ കോൺഷ്യസ് ആവും. വെച്ചാൽ ഇത് ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്, ഭാര്യയല്ല, മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ മേക്ക് ബിലീഫ് ആണല്ലോ, ഭാര്യയാണ് ഓഡിയൻസിന് തോന്നണം. അപ്പം ഞാൻ ഭയങ്കര ഇതായിട്ടാണ് ഹഗ് ചെയ്യുന്നത്. അതായത് മറ്റേ ഇലയ്ക്കും മുള്ളിനും ദോഷമില്ലാത്ത രീതിയിലുള്ള ഹഗ്ഗാണ്. സോ നവ്യ എൻ്റെ പറഞ്ഞു, സൈജു എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ല, ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്. ഒന്നും ആവശ്യമില്ല. ഓഡിയൻസിന് കെമിസ്ട്രി ഫീൽ ചെയ്യണമെങ്കിൽ, നമ്മൾ ഭാര്യയും ഭർത്താവെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഭാര്യയെ ഹഗ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഹഗ് ചെയ്യണം. ഇത് അവിടുന്ന് എനിക്ക് പെർമിഷൻ അവർ തന്നെ വോളണ്ടറിൽ പറഞ്ഞപ്പോഴത്തേക്കും ദെൻ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കണം. അപ്പോൾ ഈ ചോദിക്കാനും നമുക്കൊരു മടിയാണ്. ഞാൻ പിന്നെ ഐ തോട്ട് ദാറ്റ് ഓക്കെ, നവ്യയായിട്ട് ഞാൻ നേരത്തെ ഒരുത്തി എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സോ വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഐ വിൽ ടെൽ ദം. അതായത് ഇപ്പോൾ നമ്മളിപ്പം ഒരു നമ്മൾ ഈ ഫാമിലിയായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഫാമിലി ഫോട്ടോസ് അവർ ഫസ്റ്റ് ഡേ തന്നെ എടുക്കും. അപ്പോൾ നമുക്ക് ഈ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടി അന്ന് പരിചയപ്പെട്ട് കാണുകയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഫാമിലി ഫോട്ടോയിൽ നമ്മൾ ചിലപ്പം തോളെ കൈയിടണം, അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഫോട്ടോയ്ക്ക് ഞാൻ ആദ്യം ഞങ്ങൾ രണ്ടുപേരും പിള്ളേരുമായിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പം പറഞ്ഞ അതിൽ ഒരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യണത്. അതെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് വേണ്ടിയല്ല പോസ് ചെയ്യുന്നത്. സോ ഐ ആസ്ക്ഡ് ഹർ പെർമിഷൻ. ഞാൻ പറഞ്ഞ് ഞാൻ ഒന്ന് കൈ വെച്ചോട്ടെ. അപ്പോൾ പറഞ്ഞു യാ ഓഫ് കോഴ്സ്. അപ്പോൾ അത് വേണമല്ലോ. ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ്. ശരിക്കും വൈഫ് വന്നതിന് ശേഷമാണോ ഒരു ഫീമെയിൽ ഫ്രണ്ട് എന്നുള്ളത് വരുന്നത്? ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സി അഗൈൻ ദ തിങ് വാസ് ദാറ്റ് ഈ നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നുണ്ട്. അപ്പം അവരാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ നല്ലൊരു ലിസണർ ആയിരുന്നു. ഇപ്പം വീട്ടിലും അങ്ങനെ തന്നെയാണ്. അനുവാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഐ ലിസൺ ടു ഹർ. നല്ലൊരു ക്വാളിറ്റിയാണ് ഒരു ഹസ്ബൻഡ്. അനുവിനോട് ചോദിച്ചാൽ അറിയാം ഐ ആം എ ഗുഡ് ലിസണർ എന്നുള്ളത്. ബട്ട് ഐ ആം എ ഗുഡ് ലിസണർ. അതിപ്പം ആണുങ്ങൾ സംസാരിക്കുകയാണെങ്കിലും ഞാൻ നല്ല ലിസണറാണ്. നമ്മുടെ DQൻ്റെ ഒക്കെ അത് പഠിച്ചതല്ല, പക്ഷേ ഐ അഡ്മയർ ഹിം ഫോർ ദാറ്റ്. നല്ലൊരു ലിസണറാണ് DQ. യാ. അപ്പോൾ നല്ല ലിസണേഴ്സ് ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന ആൾക്കാരും അങ്ങനെ ബോറടിപ്പിക്കാൻ പാടില്ല ആക്ച്വലി. പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ അവർ ബോറടിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇഫ് ദ ടോപ്പിക് ഇസ് എൻ്റർടൈനിങ് ആൻഡ് ദ വേ, ഇതെല്ലാം നരേഷൻ സ്കിൽസ് ആണ്. ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആക്ടിങ് അന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കേരളത്തിലായിരുന്നു, ചിലപ്പം എന്തിൻ്റെ അകത്തെങ്കിലും ഒക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. അവിടെ അന്ന് ഒന്നാമത് അങ്ങനെ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് ഭയങ്കര പ്രോത്സാഹനമൊന്നുമില്ല. ഇത്രയല്ല കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടുത്തെ കേരളത്തിൽ. കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, പക്ഷെ പങ്കെടുത്തില്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ എല്ലാ പിള്ളേരും അതായത് മലയാളീസ് അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാവരുടെയും മക്കള് എന്തിൻ്റെ അകത്തെങ്കിലുമൊക്കെ കേമന്മാരൊക്കെയാണ്. അപ്പം ഞാനങ്ങനെ പുറകോട്ട് നിന്നാൽ പാടില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയും അത്ലറ്റിക്സിലും ഒക്കെ നല്ലപോലെ പഠിക്കും. അങ്ങനെയൊക്കെ അപ്പം നമ്മൾ ആവറേജ് പഠിത്തവും എബോ ആവറേജ് ആയിരുന്നു കേട്ടോ. ആവറേജ് അല്ല, എബോ ആവറേജ് ആയിരുന്നു. പക്ഷെ മറ്റേ എക്സ്ട്രാ കരിക്കുലർ ഒന്നുമില്ല. അപ്പോൾ എലിക്യൂഷന് പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പേര് കൊടുത്തു. അവിടെ ചെന്ന് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാന്നോർത്ത് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറ്റിയില്ല എനിക്ക്. ഹിന്ദി. അപ്പം എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എൻ്റെ പേര്, എൻ്റെ ക്ലാസ് ടീച്ചറല്ല, ആ എലിക്യൂഷന് ഇത് ചെയ്തിരുന്ന ഇൻചാർജായ ടീച്ചർ എൻ്റെ പേരിങ്ങനെ വായിച്ചിട്ട് സൈജു കുറുപ്പ്, बेटा तेरा नाम पढ़ के मैं समझ गई थी कि तू कर नहीं पाएगा എന്ന്. അത് മോനെ നിൻ്റെ പേര് വായിച്ചപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു നീ നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അത് ഭയങ്കര ബോഡി ഷേമിങ് പോലത്തെ ഒരു സാധനമല്ലേ? മലയാളിയല്ല, അവര് മലയാളി ആയതുകൊണ്ടുള്ളൊരു ഇതാണോ അവിടുന്ന്? കുറുപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് മലയാളി, അവരെ സംബന്ധിച്ച് നായർ മേനോനൊക്കെയാണ് മലയാളീസ്. കുറുപ്പെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടുത്തെ പോലെ അറിയില്ല അവിടെ ആൾക്കാർക്ക്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണോ അവർ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അങ്ങനെ പറയാൻ പാടില്ല. ഇന്നൊക്കെ അത് പറഞ്ഞാൽ കേസാണ് അല്ലേ? വലിയ വിഷയമായി. അത് അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ചായ എൻ്റെ മനസ്സിൽ എത്രമാത്രം പ്രശ്നമായെന്നറിയാം. പക്ഷേ ഇതിപ്പം അന്ന് നമ്മൾ ഇതൊന്നും വീട്ടിൽ പോയി പറയില്ല. ഇപ്പം വീട്ടിൽ പോയി പറഞ്ഞാലും ഒന്നാമത്തെ പേടി നമുക്ക് എലിക്യൂഷനിൽ പങ്കെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വീട്ടുകാർ അറിയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ആദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് ഒന്നും പറയില്ല. ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ തന്നെ അത് ലൈറ്റായിട്ട് എടുത്താൽ മതി, നമുക്ക് വിട്ടുകളാം. വെച്ചാൽ അന്ന് എന്തോരം അടി കിട്ടിയിട്ടുണ്ട് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ഇതൊക്കെ നമ്മൾ അടി കിട്ടിയെന്നുള്ളത് പേടി കാരണം വീട്ടിൽ പറയില്ല. ഇപ്പോൾ വീട്ടിൽ പറഞ്ഞാലും അവർ വലുതായിട്ട് ഇത് ചെയ്യില്ല. വെച്ചാൽ അന്നത്തെ ഒരു റെഗുലർ അഫെയർ ആയിരുന്നു അടിക്കുക എന്നുള്ളത്. ഇപ്പോഴല്ലേ കുട്ടിയെ അടിച്ചോ എന്ന് ചോദിച്ചു പാരന്റ്സ്. അതെ, ഇന്നിപ്പോൾ ചീത്ത പറഞ്ഞ പ്രശ്നമാണ്. അന്ന് കർണക്കുറ്റി കേട്ടോ അടിച്ചോണ്ടിരുന്നത്. അത് ഈ സാറന്മാരൊക്കെ അവരൊക്കെ അത്യാവശ്യം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അന്നത്തെ സാറന്മാർ. ഞങ്ങൾ എല്ലാവരും മറാഠിയൊന്നുമല്ല, പല സ്ഥലത്തും. ഈ നാഗ്പൂർ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്, പലയിടത്തുനിന്നും ആൾക്കാർ വന്നിട്ട് ഉള്ള ഇതാണ്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണെന്നേ, നമ്മളൊക്കെ കൊച്ചല്ലേ. അപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് ചിരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അടി, ക്ലാസ്സിൽ നിന്ന് ചിരിച്ചെന്നുകൊണ്ട് അടിക്കേണ്ട ആവശ്യമുണ്ടോ? മുഖത്തൊക്കെ അടിക്കാന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും പിറ്റേ ദിവസമൊക്കെ. അല്ല ഒറ്റടിക്കുമ്പോൾ ഇങ്ങനെ ആയി പോകുമല്ലോ.
എന്നിട്ട് ഈ അടി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ടെൻഡൻസി ഉണ്ട് കൈ ഇങ്ങനെ വയ്ക്കല്. കൈമാറ്റ് എന്നിട്ട് ഈ കൈ അങ്ങ് മാറ്റിയിട്ട് ഒരു അടിയാണ് അങ്ങനെയൊക്കെ അടിച്ചോണ്ടിരുന്നത്. ഇപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും അയ്യോ, ഇപ്പോഴതിന്റെ ഒരു ചെറിയൊരു എന്നിട്ട് നമ്മൾ ഇവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുമായിരുന്നു. അത് അന്നത്തെ ഒരു രീതി അതല്ലേ. ഇന്നിപ്പം ഈ അടിച്ച ആൾക്കാർ തന്നെ അവർക്ക് എന്താണ്, നമ്മളിപ്പം ഓൾഡ് ഏജ് ആയി കഴിയുമ്പോഴത്തേക്കും പല അസുഖങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ 10th ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് ചില പയ്യന്മാർ ഈ സാറന്മാരെയൊക്കെ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി വിഷമമാണ്. അയ്യോ അവർക്ക് സംഭവിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചില പയ്യന്മാർ നമ്മൾ ക്ലാസ്മേറ്റ്സ് തന്നെ എഴുതും, അവർക്കത് വേണം, നമ്മളെയൊക്കെ വെറുതെ കുറേ അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് പറയുമ്പോഴും ഞാനൊക്കെ കുറേ കൊണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് സങ്കടമാണ്. എങ്ങനെയൊന്നും പറയാൻ പാടില്ല. അന്നത്തെ സാഹചര്യത്തിൽ അത് അവർ ചെയ്തു. അന്നത് കുറച്ചുകൂടെ നമ്മൾ ഈ പറയുന്ന ഗുരു അല്ലേ, അത് ആ ഒരു കൾച്ചറിൽ നിന്നിരുന്ന സമയമല്ലേ ഇതായിരുന്നു. ഇപ്പോഴത്തെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആരും അങ്ങനെ 2K കിഡ്സിലൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ലേ. ഇപ്പൊ ഒരു പാരന്റ് ആണ്, ഒരു പാരന്റ്സ് തന്നെ പിള്ളേരെ അടിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല, പാടില്ല എന്നാണല്ലോ പറയുന്നത്. അതെ അതെ. ഗുണ്ടജയനാവുമ്പോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഡ് റോള് ചെയ്യുന്നതിന്റെ ഒരു വലിയ താല്പര്യം. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസും ഓക്കെ അതിലൊന്നും ഒരു ഓക്കെ ആവുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോഴെന്താ ശരിക്കും ഒരുപാട് ലീഡ് റോൾസ് ചെയ്തു. ഇപ്പം ഇപ്പോഴും എനിക്ക് ആക്ച്വലി എനിക്ക് സഹനടൻ ആയിട്ട് അറിയപ്പെടാൻ എനിക്ക് താല്പര്യം. പക്ഷെ അത് എനിക്ക് ഇപ്പോൾ അധികം വരുന്നില്ല. ഇപ്പോൾ വരുന്ന ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടിയുടെ അകത്ത് വന്നത് ഡേറ്റിൻ്റെ പ്രശ്നം കാരണം ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അത് എന്താണ് ദൈവത്തിൻ്റെ പ്ലാനിങ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട് എനിക്ക് സപ്പോർട്ടിംഗ് റോളാണ് കൂടുതൽ താല്പര്യം. സോ ഇപ്പം ദാവീദ് ഞാൻ ചാൻസ് ചോദിച്ച്, അതെ കൊച്ചാപ്പ ചാൻസ് ചോദിച്ച് ഞാൻ കയറിയതാണ്. ഓസ്ലറിൽ ഞാൻ ചാൻസ് ചോദിച്ച്, മിഥുൻ്റെ ഒക്കെ നിർബന്ധമായിട്ട് പറഞ്ഞു, മിഥുൻ എനിക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടർ അടുത്ത പടത്തിൽ സഹനടനായിട്ട് വേണം. അങ്ങനെ ഓസ്ലറിൽ കയറിയതാണ്. എന്നുവെച്ചാൽ ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമുക്ക് അറിയില്ലത്. അത് ഈ ഹീറോസ് ആയിട്ടുള്ള ആൾക്കാർ അത് അവരുടെ അത്രയും ഇതാണ് പേഷ്യൻസ് വേണം, ഉത്തരവാദിത്വ ബോധം വേണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചിന്തിക്കാനുണ്ട്. അപ്പം ഞാൻ ആ കാര്യത്തിൽ അത്രയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ഇൻ കേസ് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇവരുടെയൊക്കെ പടത്തിൽ അഭിനയിക്കുമല്ലേ നല്ലതെന്നുള്ളതാണ്. അത്ര ഷോൾഡർ ചെയ്യണ്ടല്ലോ. അതെ. സോ അതൊരു ഭയങ്കര ഒരു ലീഗാണത് ഹീറോസ് എന്ന് പറഞ്ഞാൽ. സോ അത് വേണോ എന്നുള്ളതാണ്. പക്ഷെ അത് വേണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ളത് എനിക്കിപ്പോൾ ഓപ്ഷനുള്ളൂ. നമ്മുടെ കരിയർ ഇതായി പോയില്ലേ. സോ അതുകൊണ്ട് ഇപ്പം ഇത് ചെയ്യുന്നു. പക്ഷെ കരിയറിലെ 20th ഇയറിൽ നമ്മളെ ഹീറോ ആയിട്ട് കൂടുതൽ ആളുകൾ വരുന്നു എന്ന് പറയുന്നത് വലിയൊരു നമുക്ക് ഇത് എല്ലാം പോസിറ്റീവാണ് ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടീച്ചേഴ്സിന്റെ അടി കൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തുള്ളൂ. ഞാൻ ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. അതിന്റെ ട്രോമയൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ട്രോമ ഉണ്ടായിരുന്നു കുറെ കാലം. ഈ എന്റെ പേരിനെ പറ്റി പറഞ്ഞത്, ഈ വേർഡ്സ് ആണല്ലോ കൂടുതൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതേപോലെ 10th എപ്പോഴോ വെച്ചിട്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എന്നോട് പറഞ്ഞ്, ഞാൻ ഒരു പ്രാവശ്യം എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചപ്പോഴത്തേക്കും അവൻ എന്തിനത് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഭയങ്കര വൃത്തികെട്ട ചിരിയാന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ അത് എന്നെ കോൺഷ്യസ് ആക്കി. അപ്പോൾ ഈ ചിരി എന്ന് പറയുമ്പോൾ പല്ലുകളാണല്ലോ മെയിൻ ചിരിയിൽ. അപ്പോൾ ഇനി അതിൻ്റെ പ്രശ്നമാണോ എന്താണോ? പക്ഷേ എൻ്റെ പല്ലുകൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര, ഞങ്ങളിപ്പം നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അവനിപ്പം ലണ്ടനിലാണ്. ഞാൻ തമിഴ് പടത്തിൻ്റെ ഷൂട്ട് ലണ്ടനിൽ ചെയ്യുമ്പോഴത്തേക്ക് അവൻ എന്നെ കാണാനൊക്കെ വന്നിരുന്നു. ബട്ട് അന്നത് പറഞ്ഞു. അത് പക്ഷെ ഒരു തമാശയായിരുന്നില്ല. തമാശയായി കേട്ടാൽ എനിക്ക് അത്യാവശ്യം ബോധമുണ്ട് തമാശ എന്ന് മനസ്സിലാക്കാൻ. ഇതൊരു തമാശയായിരുന്നില്ല, അതാണ് സീരിയസ്. ചിലപ്പം എന്തെങ്കിലും വേറെ ഒരു മൂഡിലോ നിന്ന സമയത്ത് അത് പറഞ്ഞതായിരിക്കും. അവന് ഇല്ലില്ല, സംസാരിച്ചില്ല. പിന്നെ കണ്ടിട്ടൊന്നും അതിനെപ്പറ്റി സംസാരിച്ചില്ല. അവൻ ചിലപ്പോൾ അന്ന് എനിക്കിട്ടൊരു അടിയാണ് തരുന്നതെന്ന് വിചാരിക്കുക. അത് അത്ര ഹേർട്ട് ചെയ്യില്ല.
ഈ വേർഡ്സാണ് കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്. അതെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബോഡി ഷേമിങ് എലമെന്റ് ഒക്കെ വരുന്നത് പ്രത്യേകിച്ച് അല്ലേ. കല്യാണത്തിന്റെ സമയത്ത് ഇപ്പം നമ്മൾ സ്ത്രീകളുടെ കല്യാണം എപ്പോഴും പറയും കല്യാണ ശേഷം സിനിമയിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോഴും അതിനൊരു ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ പുരുഷന്മാരുടെ കേസിലൊരു ഫാമിലി മാൻ ആയ ശേഷം നമ്മളൊരു ആക്ടർ ആവാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് 2005 കാലത്ത് ഇപ്പം നമ്മൾ മമ്മൂക്കാനെയൊക്കെ പറയും എങ്കിൽ പോലും ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ന്യൂ ആയ ഒരു വേൾഡിലേക്ക് ഇന്നാവുക എന്ന് പറയല്ലേ. എങ്ങനെയാ അന്ന് ഒരു ഫാമിലി മാൻ ഒരു ആക്ടറായിട്ട് മാറുന്നില്ല? ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പായിരുന്നു ഞാൻ ആക്ടറായത്. അഭിനയിച്ച് തുടങ്ങി റിലീസായത് പക്ഷെ അതിന് റിലീസായത് കല്യാണത്തിന് ശേഷമാണ്. അതെ അതെ. അത് പക്ഷെ അതിനു മുമ്പേ ഇപ്പോൾ ഈ മയുഗത്തിൽ തന്നെ ഞാനൊരു ഹസ്ബൻഡ് ആവുന്നുണ്ട് എൻ്റെ കഥാപാത്രം. അത് എനിക്ക് തോന്നുന്നത് ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡ്, ഒരച്ഛൻ, ഈ കഥാപാത്രങ്ങളെ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആവും. ഇപ്പം നമ്മൾ നമ്മുടെ കുട്ടിയെ കൊഞ്ചിക്കുന്ന പോലെ ഇപ്പം അതിന് മുമ്പായിട്ട് കുറേ പേർക്ക് പറ്റുമായിരിക്കും കേട്ടോ. പക്ഷേ ഒരു നോർമൽ ഒരാൾക്ക് എനിക്ക് തോന്നുന്നത് ആ റിലേഷനും കൂടെ മനസ്സിലാക്കിയിട്ട് പിന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കണം. ആൻമരിയൊക്കെ വരുമ്പം അതെ 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 എക്സാക്ട്ലി. ഇപ്പം അമ്മ അച്ഛനായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ടുള്ളത്. ഇപ്പം എനിക്ക് ചേട്ടനില്ല, എനിക്ക് ചേച്ചി വരുന്നുണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചി ഉണ്ടല്ലോ, അപ്പം ചേട്ടന്മാരുടെ നമുക്കതങ്ങ് ആലോചിച്ചാൽ മതി. ചേച്ചിയോട് ഞാൻ എങ്ങനെയായിരുന്നു അതേപോലെ ഇപ്പം എൻ്റെ ചേട്ടൻ. അപ്പോൾ ആ റിലേഷൻ നമുക്ക് മറ്റേത് വൈഫും മക്കളുടെ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്രയോ ഹീറോസ് അച്ഛൻ കുട്ടികളുടെ അച്ഛനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് അവർക്കെല്ലാം പറ്റുമായിരിക്കും. പക്ഷേ എനിക്കും പറ്റും. പക്ഷെ കുറച്ചൊരു ഈസി ആവും ആ റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ. പക്ഷേ ഈ ഫാമിലി അപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഫിലിം റിലീസാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു നെക്സ്റ്റ് ഒരു ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ വരികയാണ്. വൈഫിൻ്റെ വീട്ടുകാർ, റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. ഇന്നത്തെ പോലെ അത്ര ഫ്രീ ആയിരിക്കില്ലല്ലോ ഒരു 20 years ബാക്ക് എന്ന് പറയുന്നത്. ഈ ഫാമിലി സ്ട്രക്ചർ തന്നെ അന്നും വേറെയല്ലേ. ഇന്നിപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് സ്വന്തം നിലയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് 2 പേർക്ക് പാർട്ട്നേഴ്സ് എന്നുള്ള ലേബലിൽ മാത്രം നിൽക്കാൻ പറ്റുന്നുണ്ട്. അതല്ലാത്തൊരു കാലത്ത് ആക്ടർ ജേണി എങ്ങനെയായിരുന്നു ഈ ഫാമിലിയെ കൂടെ കൂട്ടിയിട്ടുള്ള? ആക്ടേഴ്സ് ജേണി അന്ന് ഒന്നാമത് എനിക്ക് അധികം പടങ്ങളില്ലായിരുന്നു. എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കരഞ്ഞിരുന്നൊരു കാലം ഉണ്ട് എന്ന് പറയുന്നൊരു. അപ്പോൾ അത്രയും സക്സസ്ഫുൾ ആയിരുന്നില്ലേ ഞാൻ. സോ അന്ന് അതുകൊണ്ട് ഈ ബ്രേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ബാക്ക് ഓഫ് ദി മൈൻഡ് എപ്പോഴും കിടക്കുന്നത്. ഞാനിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ഭാര്യയായിട്ട് സംസാരിക്കുകയാണെങ്കിലും ഭാര്യയായിട്ട് ഡിന്നറിന് പോയാലും മോളായിട്ടിരിക്കുകയാണെങ്കിലും ഒക്കെ ബാക്ക് ഓഫ് ദി മൈൻഡ് ഇൻകം വേണമല്ലോ. അപ്പോൾ എന്താവും എന്നുള്ളൊരു ആദ്യമാണ് ഈ എപ്പോഴും അത്. അപ്പോൾ പിന്നെ ഫിനാൻഷ്യലിയും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടില്ലെങ്കിലും എന്ന് വെച്ചാൽ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കും കുറച്ചൊക്കെ സേവിങ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് അങ്ങനെ ഭീകരമായിട്ടുണ്ടായില്ല. പിന്നെ ദൈവം ഈ പറഞ്ഞ പോലെ എന്നും കൂടെ ഉണ്ടായിരുന്നു. ഒരു ബാങ്ക് ബാലൻസ് ഒരു 1000 രൂപയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടുപ്പിച്ച് ഒരു സിനിമ കിട്ടുന്നു. അതിൻ്റെ അകത്തുനിന്നൊരു 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാസം കൂടെ നമുക്ക് കഴിച്ചുകൂടാനുള്ള കാശ് കിട്ടുന്നു. ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പം അന്ന് സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സമയം കുറച്ചധികം കുറഞ്ഞു. വീട്ടിൽ ഇരിക്കലൊക്കെ ഇപ്പം ഒരുപാട് പേര് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കഥ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും കഥ കേൾക്കണം. അത് ഞാൻ മാത്രം കേട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫായിട്ടുള്ള 1-2 പേരെ ഞാൻ കഥ കേൾക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പടങ്ങളൊന്നും അങ്ങനെ വർക്കാവില്ലല്ലോ. അപ്പം ഒരു പടം ഞാൻ ചെയ്ത് അത് അത്ര സക്സസ്ഫുൾ അല്ലാത്തപ്പം അവനെന്നോട് പറഞ്ഞു, ചേട്ടാ ഈ സ്ക്രിപ്റ്റിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, സ്ക്രിപ്റ്റ് കേൾക്കണം, വായിക്കാൻ പറ്റില്ലെങ്കിലും. അപ്പോൾ അതാണ് ഞാൻ കേൾക്കലാണ്. എന്നുവെച്ചാൽ എൻ്റെ മലയാളം റീഡിങ് കുറച്ച് സ്ലോ ആയത് കാരണം ഞാൻ കേൾക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞേട്ടാ ഡിഫിക്കൽട്ടാണ്, നീ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ഇത്രയും സബ്ജക്റ്റ്, ഇത് ഒരു സബ്ജക്റ്റ് അല്ല, നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കണം അല്ലോ. 100 എണ്ണം കേട്ടാൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ 1-2 മാത്രമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥ തന്നെ. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുക. അപ്പം ഞാൻ പിന്നെ ഇത് കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇവനെയും കൂടെ ഏൽപ്പിച്ചു കഥ കേൾക്കാൻ വേണ്ടി. 3-ാമത്തെ ദിവസം ഇവൻ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞേ,
ചേട്ടാ ഇത് പണിയാ ചേട്ടാ. എന്നുവെച്ചാൽ അവൻ 3-4 കഥയാണ്. ഇത് നെവർ എൻഡിങ് പ്രോസസ്സാണല്ലോ. അപ്പോഴത്തേക്കും വേറെ പുതിയ ആൾക്കാർ വിളിക്കുന്നു, ഇത് കേൾക്കണം. അപ്പോഴത്തേക്കും ഇവനും കൂടെ കേൾക്കുന്നുണ്ടെന്നുള്ളത് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി, ഇവനെ ഡയറക്റ്റ് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ അവൻ നിർത്തി. പക്ഷെ എനിക്കത് പറ്റില്ലല്ലോ, എനിക്കത് കേട്ടേ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഒരു കഥ, ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു കഥ. എന്നുവെച്ചാൽ ഇത് കേട്ടേ പറ്റുള്ളൂ. ഇവരെല്ലാവരും യങ്സ്റ്റേഴ്സാണ്. ഇതിൻ്റെ അകത്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ യങ്സ്റ്റേഴ്സൊക്കെ അവർ ഒരാളെ അപ്രോച്ച് ചെയ്യാണ്, അവരുടെ കഥ പോലും കേൾക്കാണ്ട് ഞാൻ റിപ്ലൈ ചെയ്യാണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ കഥ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. സോ അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് ലിസൺ ടു വാട്ട് ദേ ഹാവ് ടു സേ, അല്ലേ? അവരുടെ കയ്യിലെന്താ ഉള്ളത്, പിന്നെ എവിടെ നിന്നാണ് ബിരിയാണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ചിലർ 15 മിനിറ്റിൽ പറയും, ചിലർ പക്ഷേ അത് 1 മണിക്കൂർ എടുക്കും, ചിലർ 1.5 മണിക്കൂർ എടുക്കും. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും കഥകളുടെ ഒരു പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ചെയ്യാൻ നമ്മൾ സാധ്യതയില്ലാത്തൊരു കഥയാണ്. വേണമെങ്കിൽ 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മോനെ ഇതെനിക്ക് അത്ര വർക്കായില്ലെന്ന് പറയാം. പക്ഷെ അവരെന്തായിരിക്കും ചിന്തിക്കുന്നത്, മൊത്തം കഥ പോലും കേട്ടില്ല, 15 മിനിറ്റ് കൊണ്ട് ഇയാളെങ്ങനെ ജഡ്ജ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയായിട്ട് ജഡ്ജ്മെൻറ്റ് ആ കാര്യത്തിൽ തെറ്റിയിട്ടില്ല. 15 മിനിറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും എനിക്ക് ഇഷ്ടപ്പെടാണ്ടേ ഇരുന്നിട്ടുള്ളൂ. വർക്കായിട്ടില്ല. ചില ആദ്യം നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഹുക്കാവുന്ന അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ബ്രഹ്മാണ്ഡ സിനിമയാണെന്നോ അല്ലെങ്കിൽ വളരെ നല്ല നമുക്കും തെറ്റ് പറ്റുമല്ലോ, നമ്മൾ മനുഷ്യരാണ്. പക്ഷേ നമുക്ക് ഈ 15-20 മിനിറ്റ് നമുക്ക് പരിപാടി മനസ്സിലാവും, ഇത് നമുക്ക് വർക്കാവുകയില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ അല്ലേ എന്നുള്ളത്. പക്ഷേ അവർ ഹേർട്ടായിരിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ആഗ്രഹം എനിക്കത് പറയണമെന്നാണ്. പക്ഷേ ഡെഫിനറ്റ്ലി അവർ ഹേർട്ടാവും. വെച്ചാൽ എന്നോട് പണ്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആക്ടറൊക്കെ പോയപ്പോഴത്തേക്കും പുള്ളി മൊത്തം കേട്ടില്ല, പകുതി ഇൻട്രോൽ ആയപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് എന്നാൽ പിന്നെ അല്ല ചെയ്യുന്നില്ലെന്ന്. ഇൻട്രോലും കേട്ട് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും? ഇൻട്രോൽ വരെയും കേട്ടാൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്, സെക്കൻഡ് ഹാഫ് അങ്ങ് ടപ്പെന്ന് പറഞ്ഞ് പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഹാഫ് നന്നായിരിക്കണം, അല്ലേ? ആൾക്കാർ ഇൻട്രോയിലോട്ടാണോ ടിക്കറ്റ് എടുത്ത് കയറുന്നത്? ഫസ്റ്റ് ഹാഫും നല്ലതായിരിക്കണം. അത് പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവില്ല. അശോകൻ ചേട്ടൻ പണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട്ടിലിങ്ങനെ പൈസ കൊടുത്തിട്ട് ഭാര്യനെ കണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കൂടി ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും എനിക്കൊന്ന് അർജുനൊക്കെ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലെ, ഒരു ടൈം പുള്ളിയുടെ ഫാദറിന്റെ കൂടെ ഉള്ള ടൈം കിട്ടിയിട്ടില്ല എന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങളൊക്കെ കുറച്ചുകൂടെ അതിനൊരു ഇമ്പോർട്ടൻസ്, ഈ പറഞ്ഞ പോലെ അവയർനെസ് ഉണ്ടെന്ന് തോന്നുന്നു. അവയർനെസ് ആണ്, ഇമ്പോർട്ടൻസിൻ്റെ അല്ല, അവെയർ ആയതിൻ്റെയും. പിന്നെ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇടയ്ക്കൊക്കെ നമുക്ക് ടൈം ഉണ്ടാക്കാം. നമ്മൾ ഈ ഒരുപാട് ബാധ്യതകൾ നമ്മൾ തലയിലെടുത്ത് വെച്ചാലാണ് പിന്നെ ഓടി നടന്ന് വീട്ടുകാർക്ക് പോലും ടൈമില്ലാണ്ട് നമ്മൾ വെച്ചാൽ അല്ലേ. ഇപ്പം നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ ഒക്കെ മേടിച്ച് അതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഓക്കെ അവിടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട്, അപ്പോൾ അവിടെ ചെന്ന് എത്ര രൂപ കിട്ടും, അപ്പോൾ ആ ഒരു ദിവസമായിരിക്കും നമ്മൾ വീട്ടിലിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ലൊക്കേഷനിൽ നിന്ന് നേരെ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ആ ഒരു ദിവസം കഴിഞ്ഞു. EMI കൊണ്ടുപോകുന്ന ടൈം. ഡെഫിനറ്റ്ലി. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇപ്പം ആൾക്കാർ നല്ല അവയർനെസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും ബാച്ചിലറാന്ന് തന്നെയാണ് കുറച്ച് നാൾ വിചാരിച്ചിരുന്നത്. ഇപ്പൊ ഒരുപാട് പേര്, ഞാനിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പലരും കേൾക്കുന്നതാ അവന്റെ വിചാരം അവനിപ്പോഴും ബാച്ചിലറാണ് എന്ന് നമ്മുടെ കൂടെ സുഹൃത്തുക്കളൊക്കെ പലരും പറയാറുണ്ട്. അപ്പം സ്ത്രീകൾ പലപ്പോഴും ഒരു വൈഫായി മാറുകയും ഇപ്പുറത്തെ പാർട്ട്ണർ ഹസ്ബൻഡ് ആവാത്തൊരവസ്ഥയും ഉണ്ടാവില്ല. അത് കൂടുതലും ഈ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാലുള്ളൊരു പ്രോബ്ലമാണ്. എനിക്ക് തോന്നുന്നു ഒരു 28+ അല്ലെങ്കിൽ 30+ലൊക്കെയാണ് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പക്ഷേ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇത് നമ്മുടെ രീതിയിൽ തന്നെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സുമായിട്ടുള്ള ഗെറ്റ് ടുഗദറും നമ്മൾ അതിൽ നിന്ന് വിട്ടിട്ടില്ല. വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അപ്പോൾ കല്യാണം കഴിച്ച് കാണൂല്ലേ? ഞാൻ ആ സമയത്ത് കല്യാണം കഴിച്ചത്. അപ്പം പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. വെച്ചാൽ എനിക്ക് ഇവിടെ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു, പുറത്താണല്ലോ, എല്ലാവരും മഹാരാഷ്ട്രയിലുള്ള അവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഇഷ്യൂ ഇല്ലായിരുന്നു. പക്ഷെ സ്റ്റിൽ
കുറച്ച് റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കാറില്ലായിരുന്നു. പിന്നെ പെണ്ണുങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവർ ഇപ്പം 21 വയസ്സായാലും 18 വയസ്സായാലും ഒക്കെ അവർ കുറച്ചുകൂടെ മെച്ചൂർഡായിട്ട് ചിന്തിക്കും, റെസ്പോൺസിബിലിറ്റീസ് എടുക്കും. അപ്പം അതിൽ അത് നമ്മൾ പതുക്കെ കണ്ണടയ്ക്കും. അതായത് നമ്മളിലേക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. മോള് 1 വർഷത്തിനുള്ളിൽ തന്നെ ജനിച്ചു. അപ്പം മോള് രാത്രി കുട്ടിയായിരുന്നപ്പോഴത്തേക്കും കരയുമല്ലോ. അപ്പം എൻ്റെ പെട്ടെന്ന് സ്ലീപ്പ് എന്ന് ഞാൻ എണീക്കും. അപ്പം ഞാനിത് അറിയുന്നുണ്ട് മോള് കരയുന്നത്, പക്ഷെ ഞാൻ എണീറ്റ് അവളെ എടുക്കില്ല. എന്ന് വെച്ചാൽ എനിക്കറിയാം അടുത്ത മിനിറ്റിൽ തന്നെ വൈഫ് എണീറ്റ് എടുക്കും. എന്ത് ദ്രോഹമല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് ഈ പറഞ്ഞാൽ 26-27 വയസ്സ് പ്രായമുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ സെക്കൻഡ് ചൈൽഡ് ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടെ മെച്യൂർഡായി. ഞാൻ റെസ്പോൺസിബിലിറ്റീസ് കുറച്ചുകൂടെ എടുക്കാൻ തുടങ്ങി. ഞാൻ അപ്പം പിന്നെ ആ കംപ്ലൈൻറ്റ് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ മയൂഖ ആയിരുന്നപ്പോഴത്തേക്കും ഞാനത് ചെയ്തിട്ടുണ്ട്. പാവം കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത്. എങ്ങനെയാ സിനിമയിലെ സൗഹൃദങ്ങൾ? ഞാൻ സൗഹൃദം ഉണ്ടായാലും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അത് എന്നും എൻ്റെ മനസ്സിൽ കാണും ആ സൗഹൃദം. അത് മറ്റുള്ളവർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ കുറേ പേരിലുണ്ട്. പിന്നെ നമ്മുടെ ഈ ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഇപ്പം ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ട് അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു കൂട്ടം വേറെ ആൾക്കാരെയാണ് നമ്മൾ അവരുമായിട്ടാണ് എല്ലാ ദിവസവും ഇൻട്രാക്ട് ചെയ്യുന്നത്. ഒരേ ഹോട്ടലിൽ താമസിക്കുന്നു, ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നു, ഡിന്നർ ഒരുമിച്ച് കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ആ 1 മാസം 40 ദിവസം നമ്മൾ ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പടം അല്ലെങ്കിൽ കഴിഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തിരുന്ന നമ്മുടെ ആക്ടർ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ സുഹൃത്തുക്കളോ ഒക്കെ വിളിക്കാൻ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. പക്ഷെ എന്ന് വെച്ചിട്ട് അവരൊന്നും മനസ്സിലില്ലാണ്ടില്ല. അപ്പോൾ എനിക്ക് സുഹൃത്ത് ബന്ധത്തിന് ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു ആളാണ്. ഈ സിനിമയിൽ ജെല്ലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം സോ കോൾഡ് ഇപ്പം 20 years ആയതുകൊണ്ട് നമ്മൾ പല പുതിയ ആൾക്കാരെക്കാളും നമ്മൾ സീനിയറാണല്ലോ. അപ്പം അവർക്കൊരു കംഫർട്ട് ലെവൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രൊട്ടാഗനിസ്റ്റായിട്ട് അഭിനയിക്കുമ്പോൾ. അപ്പോൾ ഇവർ ഇനിയിപ്പം ഇയാളുടെയൊക്കെ പോയി സംസാരിച്ചാൽ ഇയാൾക്കത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കും. സോ ഐ വിൽ ഗോ ടു ദം ആൻഡ് ഐ വിൽ വിഷ് ദം. അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിപ്പം മെയിലായാലും ഫീമെയിലായാലും ഐ വിൽ മേക്ക് ദം കംഫർട്ടബിൾ. അപ്പം ആ ഒരു കംഫർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഷോർട്ടിൽ വന്നിട്ട് അത് വർക്കാവില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുന്ന ആൾക്കാരുടെ ആ സുഹൃത്ത് ബന്ധം എപ്പോഴും എന്നും മനസ്സിലുണ്ടാവുകയും ചെയ്യും. സിനിമയിൽ ഈ സൗഹൃദവും കൂടെ വരുമ്പോൾ നമുക്ക് ഈ മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് അവിടെയും ഒരു വിഷയം വരുന്നു. ഫാമിലി സൗഹൃദം, അതുപോലെ അല്ലാതെ തന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടി വരും. ഇത്രയും ഓരോ വർഷം മുന്നോട്ട് പോകും തോറും ഇപ്പം തമാശയ്ക്ക് എല്ലാവരും പറയണം നമുക്ക് നല്ലൊരു കാറുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സാലറി മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് ഞാനും അത് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു കാറുണ്ടെങ്കിൽ ഞാൻ പക്ഷേ ഒരു പ്രീമിയം വണ്ടി എടുത്തത് ആ കാരണം കൊണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരിച്ച കാരണം, അച്ഛൻ സ്കൂട്ടറിൽ പോയപ്പോഴത്തെ ആക്സിഡൻറ്റിൽ മരിച്ച കാരണം എനിക്ക് ട്രാവലിംഗ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പ്രീമിയം വണ്ടിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ജീവനെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ. അന്ന് എനിക്ക് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നിട്ട് പോലും ഞാനത് എടുത്തു. അതാണ് കാരണം. ഈ പറഞ്ഞ പോലെ വീട് കുറച്ചുകൂടെ നമ്മുടെ ഫാമിലി വലുതായപ്പോഴത്തേക്കും ഫ്ലാറ്റ് കുറച്ചുകൂടെ വലുതാകണമെന്ന് തോന്നി. മോളിപ്പം 18+ ആണ്. അപ്പോൾ അവൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൂം കൊടുക്കണം. മകനിപ്പോൾ 10 വയസ്സ് കഴിഞ്ഞു. അപ്പം അവന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു റൂം കൊടുക്കണം. അമ്മ ഇപ്പം എൻ്റെ കൂടെയാണ് അച്ഛൻ പോയതിന് ശേഷം. അപ്പം കുറച്ചുകൂടെ ഫാമിലി വലുതാണല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ വലിയ ഫ്ലാറ്റിലേക്ക് പോയതാണ്. പക്ഷെ ഇടയ്ക്ക് എനിക്ക് തോന്നിയായിരുന്നു ചിലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ വണ്ടികളെ കണ്ടിട്ട്. പക്ഷേ ആക്ച്വലി അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം ഞാനാണെങ്കിൽ ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മാറി ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻകവും അതിൻ്റെ ആ ഒരു ബേസിൽ മാറുന്നുണ്ട്. സീനിയോറിറ്റി മാത്രമല്ല, നമുക്ക് സക്സസ്സിലാണല്ലോ. അതായത് നമ്മളെ തന്നെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് 3 Idiots'ൽ പറയുന്ന പോലെ. ഈ സക്സസ്സും കാശൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെ വരും. അപ്പം നമുക്ക് ഈ
കൂടുതൽ പടങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ പടങ്ങൾ ഇപ്പോഴും കിട്ടുന്നു അങ്ങനെയുള്ള ഒരു സംഭവമല്ല. അല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ഈ ക്യാരക്ടേഴ്സ് നമ്മൾ അഭിനയിക്കുന്ന പടങ്ങളും കൂടെ ഓടിയാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ബിസിനസ് ആണല്ലോ, കമേഴ്ഷ്യൽസ്. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ വിളിക്കേണ്ടത് നമ്മൾ അഭിനയിക്കുന്ന പടങ്ങളൊന്നും അങ്ങനെ വർക്കൗട്ട് ആകാത്തപ്പോൾ നമ്മളിപ്പോൾ എത്ര നല്ലപോലെ അഭിനയിച്ചെന്ന് പറഞ്ഞാലും അതിനൊരു പരിധിയുണ്ട്. കൊമേഴ്ഷ്യലി ഇറ്റ് ഷുഡ് ബി സക്സസ്ഫുൾ. പ്രത്യേകിച്ച് നമ്മളിപ്പം ലീഡ് റോൾ ചെയ്യുമ്പോഴത്തേക്കും മിനിമം ബ്രേക്ക് ഇവനെങ്കിലും വേണ്ടേ. സോ ഐ ടെൽ ഓൾ മൈ ഡയറക്ടേഴ്സ് ദാറ്റ് എന്നെ കൊണ്ട് ഇത്രയും ബഡ്ജറ്റ് ചിലപ്പോൾ ഷോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിനേക്കാളും വലിയൊരു സബ്ജക്റ്റ് എന്തൊക്കെ പറയുകയാണെങ്കിൽ എനിക്കത് എത്ര ഇഷ്ടപ്പെട്ടാലും ഞാൻ ചെയ്യില്ല. കാരണം മിനിമം ബ്രേക്ക് ഇവനെങ്കിലും വേണം. പ്രോഫിറ്റ് കിട്ടില്ലെങ്കിലും ഇറക്കിയ കാശെങ്കിലും കിട്ടണം. പിന്നെ ഒരു പ്രൊഡ്യൂസർ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം അദ്ദേഹത്തിന് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു പടത്തിൻ്റെ കമ്പയർ ചെയ്യണം. അതായത് ഒരു 25 to 30 lakhs ഒക്കെ ചിലപ്പം ലോസ് വന്നാൽ ബെയർ ചെയ്യാൻ പറ്റും. കോടികൾ നഷ്ടം വരുമ്പോഴത്തേക്കും അത് ബെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. വേറൊരു പ്രൊഡ്യൂസറെ നമ്മൾ അപ്പം ഞാൻ പറയുന്നത് ഇത്രയും ബഡ്ജറ്റ് ആണെങ്കിൽ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ മൂവി ചെയ്യാം. അപ്പോൾ അതിൻ്റെ അത് പ്രോബിലിറ്റി 50-50 ആണ്. ബ്രേക്ക് ഇവൻ ആവാം, ഇല്ലാണ്ടിരിക്കാം. അതിനേക്കാളും ബഡ്ജറ്റ് കൂടിയാൽ പ്രോബിലിറ്റി ഒന്നേ ഉള്ളൂ, 100% ഇത് റിക്കവർ ആവില്ല എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ അത്രയും ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയം അല്ലെങ്കിൽ ഗുഡ് ലക്ക് അത്ര നല്ല ചിലപ്പോൾ അത് ഹിറ്റ് അടിക്കുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് വരണം അല്ലേ. അതെ. ഇപ്പം മക്കളുടെ പറഞ്ഞപ്പോൾ 2K കിഡ്സ് ആണ്. ഇപ്പോൾ 2K കിഡ്സ് ആണല്ലോ എല്ലാ സ്ഥലത്തും സംസാരം. വയലൻസ് സിനിമകളും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2K കിഡ്സിൻ്റെ ഫാദർ എന്നുള്ള രീതിയിൽ അവരെങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? മോള് കുറച്ചുകൂടെ ഫിലിം ബഫാണ്. അവൾക്ക് പക്ഷേ ഇപ്പോഴത്തെ ഈ ജെൻസി കിഡ്സിൻ്റെ പടങ്ങളും അവർക്ക് ഇഷ്ടമാവുന്ന പടങ്ങളും ആ പടങ്ങളും ഇഷ്ടമാണ്. പണ്ടത്തെ ഇപ്പം നമ്മുടെ 80s വന്നുകൊണ്ടിരുന്ന മമ്മൂട്ടി സാറിൻ്റെ ലാലേട്ടൻ്റെ ഒക്കെ സിനിമകളുണ്ടായിരുന്നല്ലോ, അതും അവൾക്ക് ഇഷ്ടമാണ്. നമ്മൾ ഇതൊക്കെ അവളെ യൂട്യൂബിൽ കാണിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളിരുന്ന് കാണും. നമ്മൾ ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇങ്ങനത്തെ സിനിമകളൊക്കെ നമ്മൾ എത്ര കണ്ടാലും മടുക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവളെ കാണിച്ചിട്ടുണ്ട്, ചിത്രം. സോ അവൾക്കും ഒരു എൻജോയ്മെൻ്റ് ആണ്. നമുക്ക് വീണ്ടും നമുക്ക് നോസ്റ്റാൾജിയാണ് നമ്മൾ അന്ന് കണ്ട സിനിമകൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണുന്നു. സോ ഷീ ലവ്സ് ഓൾ ടൈപ്പ് ഓഫ് മൂവീസ്. പിന്നെ ലാംഗ്വേജ് അവൾക്കൊരു ബാരിയർ അല്ല, അവൾ എല്ലാ ഇവിടെ തന്നെ. അതെ അതെ. പിന്നെ അല്ല ഐ മീൻ കൊറിയൻ ഡ്രാമാസ് ഒക്കെ അവൾ കാണും. അവൾക്ക് കൊറിയൻ ഡ്രാമാസ് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വൈഫും ഒക്കെ കൊറിയൻ ഡ്രാമാസ് കാണാറുണ്ട്. എനിക്ക് പിന്നെ ആദ്യം നമ്മുടെ മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമല്ലോ ഞാൻ കൊറിയയിലേക്കൊക്കെ പോകാൻ. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ കുറേ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇപ്പം ഇന്നലെയാണ് നാരായണിയുടെ 3 ആമക്കൾ കണ്ടത്. എന്ത് മനോഹരമായ സിനിമയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറേ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം. വയലൻസ് എന്നുള്ളത് ഈ സമയത്താണല്ലോ വലിയ ഡിസ്കഷൻ. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നതും ഷോർട്ട് ഫിലിംസ് ആയാലും ഒക്കെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ഈ വയലൻസ് എന്നുള്ള ടോക്ക്. സജി ചേട്ടൻ്റെ ഒരു ടേക്ക് എന്താ അതിൽ? വയലൻസ് കൂടുതൽ സിനിമകളിൽ വരുന്നതിലും ഈ പുതിയ കുട്ടികളെ ഇങ്ങനത്തെ വയലൻസ് ഒക്കെ ഞാൻ പണ്ട് ഹിന്ദി സിനിമകൾ ആക്ഷൻ മൂവീസൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ കുറേ ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും കണ്ടിട്ട് നമുക്ക് അങ്ങനെയൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ബ്ലഡ് ഷെഡ് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. സോ സീരീസ് നമുക്ക് വാട്ട് ഐ തിങ്ക് ഈസ് അന്നത്തെ കാലത്തായാലും അതിൽ നിന്ന് ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഇൻസ്പയർ ആയിട്ട് അവർ വയലൻസ് കാണിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മെൻ്റലി ഇല്ലായിട്ടുള്ള ആൾക്കാരാണ്. അല്ലാണ്ടൊരു നോർമൽ ആൾ ഒരിക്കലും അവർക്കറിയാമല്ലോ ഇത് സിനിമയാണെന്ന് അല്ലേ. നമ്മളൊരു ഹീറോയെ വർഷിപ്പ് ചെയ്യുന്നു. എനിക്ക് ഷാറുഖ് ഖാൻ എൻ്റെ ഭയങ്കര പ്രിയപ്പെട്ട ഒരാളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് കളക്ട് ചെയ്യുമായിരുന്നു, അത്രയും വലിയ ഫാനായിരുന്നു. എനിക്ക് പുള്ളി കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. എന്നിട്ട് അന്ന് ഈ ZTVയിൽ ആപ്കി അദാലത്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഷാറുഖ് ഖാൻ വന്നിട്ട് എൻ്റെ വീട്ടിലൊന്നും കേബിൾ കണക്ഷൻ ഇല്ല. എനിക്ക് എന്ത് വിഷമമായിരുന്നറിയോ. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും വീട്ടിൽ അന്ന് കേബിൾ കണക്ഷൻ വന്ന സമയം എൻ്റെ കൂട്ടുകാരുടെ ആരുടെയും വീട്ടിലില്ല. എന്നിട്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഷാറുഖ് ഖാൻ വന്ന് ആപ്കി അദാലത്ത് എനിക്ക് കണ്ടേ പറ്റുള്ളായിരുന്നു. ഹീറോ പുക്ക് എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു പുള്ളി.
അപ്പം ഹീറോ ബുക്ക് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനേക്കാളും ഹീറോ ബുക്ക് മേടിച്ചാൽ അദ്ദേഹത്തിന് 2 ഫോട്ടോ കാർഡ് കിട്ടും അതിൻ്റെ കൂടെ. അപ്പോൾ അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഹീറോ ബുക്ക് മേടിക്കണമെന്നുള്ളൊരു ചിന്തയിലേക്ക് പക്ഷേ ഹീറോ ബുക്ക് മേടിച്ചില്ല, അല്ല അച്ഛൻ മേടിച്ചൊന്നുമില്ല. അത്രയും ആരാധനയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ആൻറ്റി ഹീറോ ആയിട്ടാണ് പുള്ളി ആദ്യത്തെ പടങ്ങളിലൊക്കെ അഭിനയിച്ചത്. ബാസിഗറും ഡറും അഞ്ചാം എന്ന് പറഞ്ഞ സിനിമകളിലൊക്കെ. അതിൽ നിന്ന് എന്ത് ഇൻസ്പിറേഷൻ നമുക്കറിയാം. അത് തിയേറ്ററിൽ കൈയടിക്കാൻ കൊള്ളാം, അല്ലാണ്ട് ഇത് നമുക്ക് ജീവിതത്തിലേക്ക് എടുത്താൽ നമ്മൾ അകത്ത് കിടക്കും. അതെ അതെ, ആ ഒരു ബോധ്യം ഉണ്ടാവാ. പക്ഷെ സിനിമയ്ക്ക് അങ്ങനെ ചിത്രീകരിക്കുന്നതിൽ എന്താ തോന്നിയിട്ടില്ല? അപ്പോൾ ഇപ്പോൾ 18+ വെച്ചിട്ടാണ് അവരൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമകളൊക്കെ വന്നത്. അങ്ങനത്തെ തലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ സ്റ്റോണർ ജോണർ ഉണ്ട്. അങ്ങനത്തെ ഇത് സിനിമ എക്സ്പ്ലോർ ചെയ്യുന്ന, മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ എന്താ തോന്നിയിട്ടുള്ളത്? എനിക്ക് അറിയില്ല ഇപ്പം ബാക്കിയുള്ളവരുടെ എന്താന്നുള്ളത്. ഇപ്പം എൻ്റെ അത് പല ചർച്ചകളും നടക്കുന്നുണ്ടല്ലോ. ബട്ട് എൻ്റെ പോയിന്റ് ഇതാണ്, എക്സ്പ്ലോർ ചെയ്തോട്ടെ. എന്താണ്, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. ഓൾറെഡി ട്രെയിലറിൽ നിന്നും അതിൻ്റെ റൈറ്റപ്സിൽ നിന്നും ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസിൽ നിന്നും ഒക്കെ ആ പടത്തിൻ്റെ ജോണർ എന്താണ്, അതിൻ്റെ അകത്ത് ഏകദേശം എന്തൊക്കെയായിരിക്കും കാണിക്കാൻ പോകണമെന്നൊക്കെയുള്ള നമുക്കറിയാം, സ്റ്റോറി അറിയില്ലെങ്കിൽ പോലും. അപ്പം നമ്മൾ തീരുമാനിച്ചാൽ മതിയല്ലോ അത് പോകണോ വേണ്ടതെന്ന്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ നമുക്ക് കാണാൻ അത്രയും മനക്കെട്ടിയില്ലെങ്കിൽ ലീവ് ഇറ്റ്. കുട്ടികളെ കാണിക്കേണ്ട എന്നുള്ളൊരു കാര്യം അല്ലേ? കുട്ടികളെ അല്ലേ, ഇപ്പം മുതിർന്നവർക്കും ഇനിയിപ്പം കാണാൻ താല്പര്യമില്ലെങ്കിൽ അവർ അല്ലേ. അപ്പം ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ, നമ്മൾ റിക്വസ്റ്റ് അല്ലേ ചെയ്യുന്നത് നമ്മുടെ സിനിമ വന്ന് കാണാൻ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കാണിക്കും റൊമാൻറ്റിക് സീനുകൾ വരുമ്പോഴൊക്കെ കുട്ടികളുടെ കണ്ണു പൊത്തുന്ന, റിമോട്ട് മാറ്റുന്നതെന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം കിട്ടും. പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. എല്ലാം കണ്ട് തന്നെ നമ്മൾ വളർന്ന ഒരു ഇതാണ്. എനിക്കത് ഭയങ്കര പോസിറ്റീവായി തോന്നിയിട്ടുണ്ട്. നമ്മൾ കണ്ണു പൊത്തുമ്പോഴാണല്ലോ നേരത്തെ പറഞ്ഞ ബോയ്സ് സ്കൂളിൻ്റെ മതിലിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ കുട്ടികളെ എല്ലാ ജോണറും കാണിച്ച് തന്നെയാണോ വളർത്തിയിട്ടുള്ളത്? അതായത് അവർക്ക് കാണാൻ പറ്റുന്ന ജോണറുകൾ. അങ്ങനെ എല്ലാ ജോണറും കാണിക്കണമെന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മൾ പോകുന്ന സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇവനെ അധികം കൊണ്ടുപോകാറില്ല. ഇവൻ കുറച്ചുകൂടെ TV കാണുന്നതിൽ ഇൻക്ലൈൻഡ് ആണ് ഇവൻ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ തിയേറ്ററിലും കൂടെ കൊണ്ടുപോയി ഇത് ചെയ്യണമെന്ന് ഓർത്ത് അവൻ അങ്ങനെ തിയേറ്ററിൽ കൊണ്ടുപോകാറില്ല. പക്ഷേ അവൻ എൻ്റെ സിനിമകളൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. മോള് പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ നമുക്കറിയില്ല, ഈ പാരൻറ്റിങ്ങിൻ്റെ ഫോർമുല നമുക്കറിയില്ല, ഇപ്പോഴും അറിയില്ല, ആർക്കും അറിയില്ല, 100% അറിയില്ല. നമ്മൾ ഇവിടെ ഗോൾഡ് സൂക്കിലാണെന്ന് എല്ലാ സിനിമയും കണ്ടോണ്ടിരുന്നത്, ക്യൂ സിനിമാസിൽ. അപ്പോൾ ഇവിളെയും കൊണ്ടുപോകും. അവൾ മിക്കവാറും സിനിമകളിലൊക്കെ കിഡ്സ് മൂവീസും ഞാനും അവളും കൂടെ പോയിട്ടുണ്ട്. ജംഗിൾ ബുക്ക്, അല്ല ലയൺ കിങ്, അങ്ങനത്തെ ഉള്ള മൂവീസിനൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മുടെ സാധാരണ സിനിമകൾക്കൊക്കെ അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ജോണറും കവർ ചെയ്യണം, എല്ലാ ടൈപ്പ് ഓഫ് മൂവീസും കാണിക്കണം, അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. പക്ഷെ നമ്മൾ അന്ന് കണ്ട സിനിമകൾ, നമുക്ക് താല്പര്യം ഉണ്ടായിരുന്ന സിനിമയ്ക്കൊക്കെ അവളെയും കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ചില ആക്ടേഴ്സ് പറയുമല്ലോ സ്വന്തം മക്കളെ അങ്ങനെ ഇപ്പോഴേ അത്രയും കാണണ്ട എന്നുള്ള ടേക്ക് എടുക്കുന്ന പാരൻസിനെ കണ്ടിട്ടുണ്ട്. അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇല്ല, സിനിമ ചിലപ്പം അവർക്ക് ചിലപ്പോൾ ഒരു കരിയർ, ഞങ്ങളുടെ സിനിമയിലുള്ള ആൾക്കാരുടെ മക്കളുടെ കാര്യം മാത്രമല്ല, പുറത്തുള്ള ആൾക്കാരുടെ ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ പണ്ട് കൊച്ചായിരുന്നപ്പോഴത്തേക്കും നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്കും ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വലുതായതിനു ശേഷം സിനിമ അഭിനയത്തിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ കൊച്ചിലേക്ക് നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കോ നമ്മളും കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതൊക്കെയല്ലേ രസകരമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാവരുടെയും മനസ്സിലുള്ളൊരു സാധനമാണ്. അപ്പോൾ കുറേ പേര് സിനിമ കണ്ടിട്ടാണ് ഈ കുട്ടികൾ പിന്നെ വലുതായിട്ട് വലിയ ഡയറക്ടേഴ്സും വലിയ ആക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ളത്. അപ്പം സിനിമ കാണിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അവരുടെ ഒരു അവർ ചിലപ്പോൾ അങ്ങോട്ടാണ് പോകാനിരുന്നെങ്കിലും അറിയില്ല. ക്രിക്കറ്റ് പോലെ തന്നെ 1983 ഉള്ള പോലെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത്. പല ജനറേഷൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് മൂവിയിൽ. ഇപ്പം ചേട്ടൻ 20 years എക്സ്പീരിയൻസ് ആണ്, 23-25 ഉള്ള ഡയറക്ടേഴ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അവരുടെ പ്രായം എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. മേ ബി നമ്മുടെ പ്രായത്തിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവാൻ പറ്റുന്ന, എല്ലാ ജനറേഷനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണല്ലോ. ഒരു റിട്ടയർമെൻറ്റ് ഏജ് ഇല്ലാത്തൊരു സ്ഥലമല്ലേ, അല്ലെങ്കിൽ ഒരു ഇന്നാവാൻ ഒരു ഏജ് ഇല്ല. മാളികപ്പുറത്തിലും കുട്ടികൾ വരുന്നുണ്ട്. അതിന് എങ്ങനെയാണ് ലൈഫിലും ബെനിഫിറ്റ് ചെയ്യുന്നത്, ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അല്ല ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലും? ഇപ്പോൾ ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ഏത് മേഖലയിലായാലും ആ ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. നമ്മുടെ പ്രായത്തിൻ്റെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് അല്ലേ, അത്രയും പ്രായമുള്ള ആൾക്കാരായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, അത് ചിലപ്പോൾ വേറൊരു ഫീൽഡിൽ അത് ചിലപ്പം നടക്കില്ല.
കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. യാ പിന്നെ ഇവരുമായിട്ടൊക്കെ യങ്സ്റ്റേഴ്സുമായിട്ടും അല്ല സീനിയേഴ്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ നല്ലൊരു കാര്യമാണ്. സിനിമ ആകുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ആൾക്കാരുമായിട്ട് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് നമ്പേഴ്സ് കുറവായിരിക്കും. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് വേണമല്ലോ. ഇപ്പം സീനിയേഴ്സ് വിചാരിക്കുന്നുണ്ടായിരിക്കും അവർക്ക് നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ സംസാരം നമ്മളെ ബോറടിപ്പിക്കുകയോ അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ വിചാരം വെച്ചാൽ ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ സീനിയേഴ്സിന്, ഇത് തന്നെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എവിടെയോ എന്താണ് പ്രായം എത്രയായാലും നമ്മളങ്ങ് ജെല്ലാവുകയാണ്. ജെല്ലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രേം പ്രകാശ് സാറില്ലേ, അദ്ദേഹം എൻ്റെ ചേട്ടനായിട്ട് നമ്മുടെ ആസിഫിൻ്റെ ഒരു പടത്തിൽ നിർണായകം പടത്തിൽ അഭിനയിച്ചു. ഞാൻ അദ്ദേഹമായിട്ട് 2-3 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹം നമ്മുടെ പ്രായത്തിൽ വന്നാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മളങ്ങ് ഭയങ്കര ഞാനും പ്രേം സാറും ഭയങ്കരമായിട്ട് ജെല്ലായി. നമ്മുടെ സഞ്ജയ് ചേട്ടൻ്റെ അതെ തന്നെ. സോ എനിക്ക് ഭയങ്കര സന്തോഷമായി അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ, ബിക്കോസ് വി ജെൽ സോ വെൽ. പക്ഷേ സെൽഫ് മാർക്കറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു ഫീൽഡ് അല്ലേ ഇത്. ഇവിടെ ചേട്ടൻ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിഞ്ഞു. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നോട് 1-2 പേര് പറഞ്ഞു ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ, ഹെയർ സ്റ്റൈലിസ്റ്റ്. അപ്പം നമ്മൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ കൂടെ ഒരു 3 ആൾ ഉണ്ടാവുന്നത്. സഹിച്ചേട്ടൻ ഒറ്റയ്ക്കാണ് വന്നത്. അതെ, ഞാനിവിടെ വന്നിട്ട് കാറിലിരുന്നിട്ടാണ് മുടി ചെയ്തത്. അതാണ് ഞാനൊന്ന് ചെറിയ മിററിൽ എനിക്ക് മൊത്തം. സാധാരണ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരും, ഇതിന്റെ ഇടയിൽ ടച്ചപ്പ് ചെയ്യും. അതൊന്നും ഇവിടെ നടന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ വയ്ക്കണം അല്ലേ? അതെനിക്കറിയില്ല. പക്ഷെ അത് ഇവരൊക്കെ ഉള്ളത് നിങ്ങൾ മാത്രമല്ലേ കാണുന്നുള്ളൂ ക്യാമറയുടെ മുമ്പിൽ. ഞാൻ പറഞ്ഞു സഹിച്ചേട്ടൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ അത് നടക്കുന്നുള്ളൂ ആ ബിൽഡപ്പ് അല്ലേ? ബിൽഡപ്പ് ആണെങ്കിൽ അയ്യോ അറിഞ്ഞൂടാ ഇനിയിപ്പോൾ അത് കേട്ടിട്ട്. അല്ല പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഭയങ്കര അടിപൊളിയാണെന്ന് കാണിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്, എന്നാലും ഈ ഫീൽഡിലുണ്ട്. ഇപ്പം എന്താ പറയുക, പരിമിതികളെ പറ്റി ചേട്ടൻ കുറേ എൻ്റെ ഇൻ്റർവ്യൂ തന്നെ പലപ്പോഴും ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ചിലരത് പറയില്ല. ഇനി അത് പറഞ്ഞിട്ട് വരുന്നൊരു സിനിമ വേണ്ട, എന്നിട്ട് നമുക്കൊരു നെഗറ്റീവ് ഇമേജ് വേണ്ട. ഞാനെങ്ങനെ ആലോചിക്കുന്നത് വെച്ചാൽ ഹരിത ആളൊരു പടം ഡയറക്റ്റ് ആണ്. അപ്പോൾ എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവൻ്റെ ഫസ്റ്റ് ടേക്ക് ഒന്നും ഓക്കെ ആകാൻ പോകുന്നില്ല. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് 20 വർഷമായിട്ട് ഇയാൾ ഇതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒറ്റ ടേക്കിൽ ഇത് ഓക്കെ ആക്കാനുള്ളത്. അപ്പം ചിന്തിക്കില്ലല്ലോ, അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് അടിക്കില്ല അല്ലേ? നിങ്ങൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു സൈജു ഗ്രൂപ്പ് ഇങ്ങനെയാണ്. ഓക്കെ, ബോധേഡാണോ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൽ ബോധേഡല്ല. പക്ഷേ സോഷ്യൽ മീഡിയ നമ്മുടെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യാനൊരു നല്ല മാധ്യമമാണ്. അത് ഡെഫിനറ്റ്ലി എന്താണ് നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും. നമ്മുടെ ഒരു ഇത് ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് ലൈക്സ് എത്ര കിട്ടുന്നു എന്നുള്ളതാണ് ആൾക്കാർ നോക്കുന്നത്. പക്ഷേ ഞാൻ പറയണത് എത്ര വിസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ലൈക്സ് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ഓക്കെ 500 ലൈക്സ് ആണെങ്കിൽ 500 പേരിലേക്ക് ഇതെത്തി. പക്ഷേ 1000-2000 പേര് ലൈക്ക് അടിക്കാത്തവർ കാണും, അവരും ഇത് കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറയണത്, ലൈക്സ് അല്ല, ഈ റീച്ച് എത്തുന്നുണ്ട്, വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാവും. ഈ കോളേജുകളിലേക്കൊക്കെ പോകുമ്പോഴേ ഒരു പെയർ ഡാൻസ് ഒക്കെ കണ്ടു. അയ്യോ നമ്മളെ പുഷ് ചെയ്യണമല്ലോ കോളേജിൽ വലിയൊരു ക്രൗഡിന്റെ മുന്നിൽ. എനിക്ക് ഒന്നാമത് ഈ ക്രൗഡിലേക്ക് പോക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ ഈ ഡാൻസ് എനിക്ക് അതാണ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ പാട്ടൊക്കെ അവിടെ പാടുമ്പോഴത്തേക്കും, ഞാനല്ല പാടുന്ന ആൾ പാടുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഇത് പറയുമെന്നറിയാം. പക്ഷെ ഇത് പോയേ പറ്റുള്ളൂ. ചില ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് അറിയില്ല. പണ്ടൊക്കെ എന്ത് നല്ലതായിരുന്നു അല്ലേ, ഒന്നും വേണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അർജുനൊക്കെ കോളേജ് അല്ല ഭയങ്കരമായിട്ട് അർജുൻ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ്. അല്ല അങ്ങനെ മെജോറിറ്റി ആക്ടേഴ്സ് ചിലർ പുഷ് ചെയ്യുന്ന, പക്ഷെ അർജുൻ അത് എൻജോയ് ചെയ്യുന്ന പോലെ പലപ്പോഴും തോന്നുന്നത്. അല്ല പുള്ളിക്കൊക്കെ ആ നാക്കുണ്ട്, നമുക്കതില്ല. എങ്ങനെ പെയർ ഡാൻസ് ചെയ്തു ആ ഒരു മടി, അത് തന്മയും ഭയങ്കര മടിയോടെയാ ചെയ്യുന്നത്. അല്ല അതിന് ഓക്കെ ആയിരുന്നു, അത് സിമ്പിൾ സ്റ്റെപ്സ് ആയിരുന്നു. എനിക്ക് ഡാൻസ് എനിക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം. ഐ മീൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും എനിക്ക് പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാൻ പറ്റും.
ഇത് നമുക്ക് സിനിമകളിൽ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും നമുക്കൊരു റിഹേഴ്സൽസിനൊന്നൊരു ചാൻസ് ഇല്ല. ആകെ എൻ്റെ ഓർമ്മയിൽ പോക്രി സൈമണിൽ മാത്രമാണ് റിഹേഴ്സൽസിന് അവർ ടൈം തന്നതും മാസ്റ്ററിൻ്റെ ഒരാൾ വന്നിട്ട് നമ്മളെ പഠിപ്പിച്ചതൊക്കെ. നമുക്കൊരു ഒരാഴ്ച 10 ദിവസമൊക്കെ നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് നമ്മൾ എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണേ ആ സാധനം പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡാൻസ് പഠിപ്പിച്ചിട്ട് അവിടെ ചെന്നിട്ട് വേറെ സ്റ്റെപ്പ് വന്നാൽ ചിലപ്പം പണിയാവും. നമുക്ക് ശീലമില്ലല്ലോ. ശീലം ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ അഭിലാഷം തിയേറ്ററിലേക്ക് വരുമ്പോ ഇനിയും റൊമാൻറ്റിക് സിനിമകൾ കാണാൻ പറ്റുമോ അറിയില്ല. ഇത് ഏറ്റാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. വന്നിട്ടുണ്ടോ ഓൾറെഡി ഇത് ഇങ്ങനെ കമ്മിറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് സ്ക്രിപ്റ്റ്? ഇല്ല. നേരത്തെ വരുന്ന ആ റിസ്ക് ഒന്നും പാരം കൊടുക്കാറില്ല. പടം വന്നിട്ട് കണ്ടിട്ട് എന്താ ഇതിപ്പോൾ നമ്മളിപ്പം ബിസിനസ് പോലെയാണ്, സിനിമയുടെ ബിസിനസ് പോലെയാണ്. പടം തിയേറ്ററിലേക്ക് ആണെങ്കിൽ നല്ല ബിസിനസ് നടക്കും, പടം വർക്കൗട്ട് ആയില്ലെങ്കിൽ ബിസിനസ് നടക്കില്ല. സോ അതുപോലെയാണ് ഇപ്പം നമുക്ക് ഓഫേഴ്സ് വരുന്നത്. ഇപ്പം ഈ ക്യാരക്ടർ സക്സസ്ഫുൾ ആണെങ്കിൽ അതുപോലത്തെ ചിലപ്പം ക്യാരക്ടേഴ്സ് ആൾക്കാർ ചിന്തിക്കും. സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അവരും ചിന്തിക്കുന്നത് അപ്പോൾ ഇത് ആൾക്കാർക്ക് വർക്കൗട്ട് ആയിട്ടില്ല, പിന്നെ വീണ്ടും ഇതേപോലത്തെ ഒരു ക്യാരക്ടറെ കൊടുത്തിട്ട് കാര്യമില്ല. ഫെയർ എനഫ് അല്ലേ, അങ്ങനെ ആരും ആലോചിക്കുള്ളൂ. അപ്പോൾ അഭിലാഷത്തിന് വരാനിരിക്കുന്ന പ്രൊജക്റ്റിനൊക്കെ ആശംസകൾ കേട്ടാ. കുറേ നാൾ കൂടിയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് കുറേ നേരം സംസാരിക്കാൻ പറ്റുന്നതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.